കൃഷ്ണൻ നായരും വാസുദേവനും ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമ്പോഴാണ് മകന്റെ അവസ്ഥ കാണുന്നത്. താൻ നന്നാവാൻ വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടത്. പക്ഷെ അത് ഈ അവസ്ഥയിൽ മകനെ എത്തിക്കാനായിരുന്നില്ല. ഭർത്താവിനെ കണ്ടതും അത്രയും നേരം അടക്കി നിർത്തിയിരുന്ന സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകി ലക്ഷ്മിയമ്മയുടെ. തികച്ചും നന്ദന ഒരു മരണവീടിന് സമമായി. സങ്കടം സഹിക്കാൻ വയ്യാതെ വന്നതും ലക്ഷ്മിയമ്മ തലചുറ്റി വീണു. എന്തായി കൃഷ്ണ, ലച്ചു ഉറങ്ങിയോ? ലക്ഷ്മിയമ്മയെ റൂമിൽ കിടത്തിയിട്ട് വന്ന കൃഷ്ണനോട് വാസുദേവൻ ചോദിച്ചു. ആ, ഒന്ന് കണ്ണു മയങ്ങിയിട്ടുണ്ട്. എന്നെ വിഷമിപ്പിക്കാൻ വയ്യാത്തോണ്ടാ അയാൾ ഇതുവരെ മോനെ കാണുമെന്ന് എന്നോട് പറയാഞ്ഞേ. പെറ്റ വയറല്ലേ, സഹിക്കാൻ കഴിയില്ല. അയാൾ ഒന്ന് നെടുവീർപ്പിട്ടു. അല്ല കൃഷ്ണ, അപ്പുവിനെ അറിയിക്കണ്ടേ? വാസുദേവൻ അരത്തിണ്ണയിലേക്ക് ഇരുന്നോണ്ട് ചോദിച്ചു. അറിയിക്കണോടോ? കൃഷ്ണൻ നായർ വാസുദേവന്റെ അടുത്തേക്ക് ഇരുന്നോണ്ട് പറഞ്ഞു. അല്ല, കണ്ണന്റെ കൂടെ വന്ന അവന്റെ കൂട്ടുകാർമാർ എന്തിയേ? വാസുദേവൻ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, അവര് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് കണ്ടു. അവർക്ക് ഇവിടെ ഒന്നും പിടിച്ചു കാണില്ല, അതാ അവര് മാറി നിൽക്കുന്നത്. കൃഷ്ണൻ നായർ മുറ്റത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. ഈ വന്നവർ കൈലാസത്തിലും നന്ദനത്തിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കച്ചകെട്ടി വന്നവരാണെന്നറിയാതെ മകനുണ്ടായ വീഴ്ചയിൽ മനം നൊന്ത് 3 വൃദ്ധർ നിന്നു. വൈകിട്ട് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങുമ്പോഴാണ് അപ്പുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. തലമുടി ചീകി ഒതുക്കിക്കൊണ്ട് നിന്ന അപ്പു ടേബിളിൽ ഇരുന്ന ഫോൺ കൈ എത്തിച്ചെടുത്തു. ആ, അച്ഛനാണല്ലോ. ഫോൺ കയ്യിലെടുത്തിട്ട് തുമ്പിമോളെ ഒരുക്കുന്ന ദയെ നോക്കി അപ്പു പറഞ്ഞു. ഇന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, അതായിരിക്കും. ദയ തുമ്പിമോളുടെ മുടി ചീകി സ്ലൈഡ് കുത്തുന്നതിനിടെ അപ്പുവിനെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. നിനക്കിപ്പോ കുട്ടിക്കളി ഇച്ചിരി കൂടുതലാണല്ലോ. അപ്പു ദയെ ഇടം കണ്ടിട്ട് നോക്കിയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. അത് കേട്ടതും ദയുടെ മുഖം ഒന്ന് കൂർത്തു. ആ, അച്ഛ പറ. ഫോൺ എടുത്തതും അപ്പു കൃഷ്ണനോട് പറഞ്ഞു. അവിടെ നിന്നെന്തോ പറഞ്ഞതും അപ്പുവിന്റെ മുഖം മാറുന്നത് ദയ ശ്രദ്ധിച്ചു. ഭഗവാനെ, അച്ഛന് വല്ല വയ്യകയോ ആണോ? ദയക്ക് ടെൻഷൻ കയറി. അപ്പു സംസാരിക്കുന്നത് തന്നെ അവൾ ശ്രദ്ധ കൊടുത്തു. ആ, ശരിയച്ചാ, ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുമായിരുന്നു. പോയിട്ട് വന്ന് വിളിക്കാം. അത്രയും പറഞ്ഞ് അപ്പു ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. എന്താ അപ്പുവേട്ടാ? കൃഷ്ണമാമ എന്താ പറഞ്ഞേ? ദയ തുമ്പിമോളെ കട്ടിൽ നിന്ന് ഇറക്കി താഴെ നിർത്തിയിട്ട് അപ്പുവിന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. നമ്മൾ എപ്പോഴാ ചെല്ലുന്നെന്ന് ചോദിച്ചതാ. അപ്പു ദയയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. നീ വേഗം റെഡിയായി വാ, പൂജയൊക്കെ ഉള്ളതാ, ഞാൻ താഴെ കാണും. ദയ വേറെന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ അപ്പു അത്രയും പറഞ്ഞിട്ട് തുമ്പിമോളെ എടുത്തോണ്ട് നടന്നു. അപ്പുവേട്ടാ, വീട്ടിൽ ആർക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ? അപ്പു പോകുന്നത് കണ്ടുകൊണ്ട് അവന്റെ പുറകെ ഡോറിന്റെ അടുത്ത് വരെ വന്ന് നിന്നോണ്ട് ദയ ചോദിച്ചു. അവിടെ ആർക്കെങ്കിലും വയ്യാകയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമോ? നീ വേണ്ടാത്തൊന്നും ചോദിക്കാതെ വേഗം ഒരുങ്ങി വരാൻ നോക്ക്. അപ്പു ദയയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് തുമ്പിമോളെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി. അവിടെ ആർക്കും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ഉണ്ടെങ്കിൽ അപ്പുവേട്ട ഇങ്ങനെ നിൽക്കില്ലല്ലോ. ദയയുടെ മനസ്സിനെ അവള് തന്നെ സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷെ ഫോൺ ചെയ്തപ്പോൾ അപ്പുവേട്ടന്റെ മുഖം മാറുന്നത് കണ്ടല്ലോ. പിന്നെയും ദയയുടെ മനസ്സിൽ ആദ്യ കയറി. എന്റെ മഹാദേവ, ആർക്കും ഒരു ആപത്തും വരുത്തരുതേ. ദയ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. എന്തു പറഞ്ഞു കൃഷ്ണ അപ്പുമോൻ? ഫോൺ കട്ടായതും വാസുദേവൻ അയാളോട് ചോദിച്ചു. കണ്ണന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. ലക്ഷ്മിക്ക് സുഖമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ദയമോളോട് ഇതൊന്നും പറയണ്ട എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മോൾ ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ മതി. വെറുതെ അവിടെ നിന്ന് ഇവിടെ വരെ വിഷമിക്കണ്ടല്ലോ. അവര് കുടുംബക്ഷേത്രത്തിൽ പോകാൻ നിൽക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ ഫോൺ കട്ട് ചെയ്തു. ചിലപ്പോൾ ദയമോൾ അടുത്തുണ്ടായിരിക്കും. അയാൾ തോളിൽ കിടന്ന തോർത്തെടുത്ത് മുഖത്തെ വിയർപ്പൊപ്പുന്നതിനിടെ പറഞ്ഞു. ആ, അതെന്തായാലും നന്നായി. നാളെ തന്നെ അപ്പു അവിടെ നിന്ന് തിരിക്കുമായിരിക്കും അല്ലേ കൃഷ്ണ? വാസുദേവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ആ വൃദ്ധന് മക്കളെല്ലാം ഒരുപോലെയാണ്. കണ്ണന്റെ അവസ്ഥ അദ്ദേഹത്തെ തളർത്തുന്നുണ്ടായിരുന്നു. വരുമിടോ, താൻ വിഷമിക്കാതെ. എന്നെ സമാധാനിപ്പിക്കേണ്ട താൻ സങ്കടപ്പെട്ടാലോ? കൃഷ്ണൻ നായർ വാസുദേവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. എനിക്കിപ്പോ പഴയതുപോലെ മനസ്സിന് തീരെ കട്ടിയില്ലടോ. പാർവതിയുടെ ലയമോളുടെ മരണവും എന്നെ തളർത്തിയടോ. ഇപ്പൊ കണ്ണന്റെ അവസ്ഥ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലടോ. ഇനിയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുമെന്ന് തോന്നുവാടോ. അപ്പുമോനും ദയമോളും തുമ്പിമോളും എല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ വേണമെന്ന് തോന്നുവാടോ. ഹേ, അതൊക്കെ മനസ്സിന്റെ തോന്നലാടോ. കണ്ണന് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് തനിക്ക് തോന്നുന്നതാ. കൃഷ്ണൻ നായർ വാസുദേവനെ സമാധാനിപ്പിച്ചു. ആ, അത് മഹിയല്ലേ വരുന്നത്? നന്ദനത്തിലെ ഗേറ്റ് കടന്ന് മഹിയുടെ വണ്ടി വരുന്നത് കണ്ടുകൊണ്ട് കൃഷ്ണൻ നായർ പറഞ്ഞു. ആ, മഹിയ. വാസുദേവൻ മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു. അപ്പോഴേക്കും മഹി വണ്ടി ഒതുക്കി വെച്ചിട്ട് സിറ്റ് ഔട്ടിലേക്ക് കയറിയിരുന്നു. ആ, എന്താ രണ്ടുപേരും നല്ല കത്തിവയ്പിലാണല്ലോ? മഹി അവരുടെ അടുത്തേക്ക് വന്നോണ്ട് ചോദിച്ചു. അതിനവര് രണ്ടുപേരും ഒരു മങ്ങിയ ചിരി നൽകി അവന്. എന്താച്ചാ പ്രശ്നം? രണ്ടുപേരുടെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നത്? ലക്ഷ്മിയമ്മ എന്തിയേ? എന്റെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേ ഉമ്മറത്തേക്ക് ഇറങ്ങി വരുന്നതാണല്ലോ. മഹി അകത്തോട്ട് നോക്കിക്കൊണ്ട് അവരോട് ചോദിച്ചു. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അവരുടെ നിൽപ്പും ഭാവവും കണ്ട് മഹിക്ക് എന്തോ പ്രശ്നമുള്ളതായി തോന്നി. അത് മോനെ, കണ്ണൻ വന്നിട്ടുണ്ട്. കൃഷ്ണൻ നായർ പതിയെ അവനോട് പറഞ്ഞു.
കണ്ണൻ വന്നോ? എപ്പോ വന്നവൻ? മഹി ആകാംക്ഷയോടെ അവരോട് ചോദിച്ചു. അപ്പു ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവന്റെ സഹോദരനെ കാണാൻ കഴിയാത്തത്. എന്തിനാ അവനെ അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് എന്നറിയില്ലടാ എന്ന് എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവന്റെ മനസ്സ് നോവുന്നത് മറ്റാരെക്കാളും എനിക്കറിയാൻ കഴിയും. ഇപ്പൊ കണ്ണൻ വന്നല്ലോ, അപ്പുവിന് സന്തോഷമാകും. മഹി ആ നിമിഷം ചിന്തിച്ചു. അവൻ ആരുവിന്റെ റൂമിലുണ്ട് മഹി. കൃഷ്ണൻ നായർ മുറ്റത്തേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് പറഞ്ഞു. ആ പിതാവിന്റെ ഹൃദയം മുറിഞ്ഞ് ചോര ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ തളർന്നാൽ തന്റെ കുടുംബം മൊത്തത്തിൽ തകരും. അയാളുടെ വേദന മനസ്സിലായെന്നോണം വാസുദേവൻ കൃഷ്ണൻ നായരെ ചേർത്ത് പിടിച്ചു. ഈ കുടുംബത്തിലെ ഐക്യതയും സ്നേഹവും പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവുമാണ് ഈ കുടുംബം നല്ല രീതിയിൽ നിലനിൽക്കാൻ തന്നെ കാരണം. സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും കെട്ടിപ്പടുത്തതാണ് ഈ കുടുംബം. അതൊരു ശത്രുവിനെ കൊണ്ട് തകർക്കാൻ കഴിയില്ല. മഹി കൃഷ്ണൻ നായരെയും വാസുദേവനെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി ചെന്നതും കണ്ടു സെറ്റിയിൽ അച്ചുവിന്റെ മടിയിൽ കിടക്കുന്നവളെ. മഹിയുടെ മനസ്സൊന്ന് കാളി. ആരുവിന് എന്തു പറ്റി? മഹി ആരുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അച്ചുവിനോട് ചോദിച്ചു. തന്റെ പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യം പോലും അവൾ അറിയുന്നില്ലായിരുന്നു. അച്ചു, ലക്ഷ്മിയമ്മ എവിടെ? മഹി ചോദിക്കുന്നതിനൊക്കെ എന്ത് മറുപടി പറയുമെന്നറിയാതെ അച്ചു ഇരുന്നു. അച്ചു ഒന്നും പറയുന്നില്ല എന്ന് കണ്ടത് മഹി അച്ചുവിനെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് ആരുവിന്റെ റൂമിലോട്ട് നടന്നു. പാതിചാരിയ വാതിൽ മഹി തുറന്ന് അകത്തേക്ക് കയറി. അവിടെ കിടക്കുന്ന കണ്ണനെ കണ്ട് മഹിയുടെ ഹൃദയം തകർന്നതുപോലെ തോന്നി. കണ്ണൻ തന്നെയാണോ ആ കിടക്കുന്നത്? അവന്റെ കണ്ണുകളെ അവന് വിശ്വസിക്കാനായില്ല. മഹി അവിടെ തറഞ്ഞു നിന്നുപോയി. അപ്പോ തുമ്പിമോളയും കൊണ്ട് താഴെ വന്നപ്പോ കണ്ടു എന്തൊക്കെയോ തള്ളി മറിക്കുന്ന അപ്പച്ചിമാരെ. അച്ചമ്മയും വല്യച്ഛനും അമ്പലത്തിലേക്ക് പോയെന്ന് തോന്നുന്നു. അല്ലേ ഇത്രയും തള്ളിമറിക്കാൻ നടക്കില്ല. അപ്പോ ഒരു ചിരിയാലെ അവരുടെ അടുത്തേക്ക് ചെന്നു. ആ ദാ അപ്പു വന്നല്ലോ. അപ്പുവിനെ കണ്ടവിടെ ഇളയ അപ്പച്ചിയുടെ ഭർത്താവ് രാജേന്ദ്ര എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് അപ്പച്ചിമാര് തള്ളി മതിയാക്കി അപ്പുവിനെ നോക്കുന്നത്. ആ അപ്പുട്ടാ, ദേ ചേച്ചി എവിടെ? രാവിലെ യാത്രാക്ഷീണം കൊണ്ട് വന്നയിടം കയറി കിടന്നുറങ്ങി. അതാ ഇങ്ങോട്ട് വരാഞ്ഞ്. സരോജിനി അപ്പച്ചിയുടെ ഇളയ മകളായ അൻവിക ചോദിച്ചു. ആള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. സരോജിനി അപ്പച്ചിക്ക് 2 പെൺമക്കൾ. മൂത്തവൾ അനിക, രണ്ടാമത്തവളാണ് ഇപ്പൊ പരിചയപ്പെട്ട അൻവിക. അനിക ദച്ചുവിന്റെയും ആരുവിന്റെയും ഒക്കെ പ്രായമാണ്. ആ ദേ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങോ അനുവേ. അനികയെ എല്ലാവരും അനുവെന്നാണ് വിളിക്കുന്നത്. ഓ, തമ്പുരാട്ടിക്ക് നമ്മളെ ഒന്നും പിടിക്കില്ല. സരസ്വതി അപ്പച്ചി ചോദിച്ചാൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പു അവരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അമ്മയ്ക്ക് എന്തിന്റെ കേടാ? ആ നാക്കം വെച്ചോണ്ട് മിണ്ടായിരുന്നൂടെ? അനൂപ് അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അപ്പച്ചിയോടായി ചോദിച്ചു. അതിന് ഞാൻ എന്ത് പറഞ്ഞെന്നാ? അവരലസമായി അവനോട് ചോദിച്ചു. തുമ്പിമോളെ എല്ലാവരെയും കണ്ട് ചെറിയ പേടിയോടെ അപ്പുവിനെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അല്ല, ഇതാരാ? പട്ടുപാവടയൊക്കെ ആയിട്ട് വലിയ പെണ്ണായല്ലോ. അനു തുമ്പിമോളുടെ അടുത്ത് വന്ന് അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അതിന് തുമ്പിമോള് രൂക്ഷമായിട്ടൊന്ന് നോക്കി അനുവിനെ. എന്നിട്ട് അപ്പുവിന്റെ തോളിലേക്ക് ചാഞ്ഞു. ആ, മോള് ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ അനു. അത് അവള് വാശി പിടിച്ചിരിക്കുന്നത്. തുമ്പിമോളുടെ പ്രവൃത്തിയിൽ അനുവിന്റെ മുഖം മാറിയത് കണ്ടുകൊണ്ട് അപ്പു പറഞ്ഞു. അത് സാരമില്ല അപ്പുട്ടാ, അവൾക്ക് ഞങ്ങളെ ഒന്നും പരിചയമില്ലല്ലോ, അതാ. അനു തുമ്പിമോളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, അതിന് ആ കൊച്ചു മനുഷ്യന്മാരെ വല്ലതും കണ്ടിട്ടുണ്ടോ? സരോജിനി അപ്പച്ചി ആരോടൊന്നില്ലാതെ പറഞ്ഞു. ഹാ, ഇത്രയും മനുഷ്യന്മാർക്കിടയിൽ 2 മൃഗങ്ങൾ ഇരിക്കുന്നത് കൊണ്ടാണ് എന്റെ മോള് പേടിച്ചിരിക്കുന്നത്. അവിടെ ഇതുപോലുള്ള ഐറ്റങ്ങളൊന്നും ഇല്ല, അതാ കുഞ്ഞു പേടിച്ചിരിക്കുന്നത്. അപ്പുവിന്റെ മറുപടി കേട്ട് സരോജിനി അപ്പച്ചി സരസ്വതി അപ്പച്ചി അടി കിട്ടിയതുപോലെ ഇരുന്നു. അനൂപ് അനികയും അൻവികയും വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ അമ്മമാരെ നോക്കി. ഓ, ഇതൊക്കെ എന്തെന്ന പോലെ മക്കളെ അവർ രണ്ടുപേരും പുച്ഛിച്ചു തള്ളി. അപ്പുവിന്റെ തോളിൽ കിടക്കുന്ന തുമ്പിമോളുടെ കണ്ണുകൾ സെറ്റിയിലിരിക്കുന്ന അനൂപിന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിച്ചക്കന്റെ മേലുടക്കി. തുമ്പിമോള് വിടർന്ന കണ്ണുകളോടെ ആ കുഞ്ഞിച്ചക്കനെ നോക്കി. പിന്നെ പതിയെ അപ്പുവിന്റെ തോളിൽ നിന്ന് താഴെ ഇറങ്ങി. അപ്പു തുമ്പിമോളെ സംശയത്തോടെ നോക്കി. അപ്പു മാത്രമല്ല, അവിടെ ഇരുന്നവരെല്ലാം തുമ്പിമോളെ തന്നെ നോക്കി. ഇത്രയും നേരമായിട്ടും അപ്പുവിന്റെ കയ്യിൽ നിന്ന് ഇറങ്ങാത്ത അപ്പുവിന്റെ ഒക്കത്ത് തന്നെ ഇരുന്ന കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ എന്തിനാണ് താഴെ ഇറങ്ങിയതെന്ന് ആകാംക്ഷയോടെ എല്ലാവരും നോക്കിയിരുന്നു. തുമ്പിമോള് പതിയെ അനൂപിന്റെ അടുത്തേക്ക് നടന്നു. അപ്പുവിനെ ഏകദേശം കാര്യം പിടികിട്ടിയിരുന്നു. അനൂപ് തുമ്പിമോളെ തന്നെ നോക്കിയിരുന്നു. പതിയെ തുമ്പിമോള് അനൂപിന്റെ അടുത്ത് വന്ന് കുഞ്ഞിച്ചക്കന്റെ കവളി പതിയെ തലോടി. ഉണ്ടക്കവളും ഉണ്ടക്കണ്ണും കണ്ണും പുരുകവും എല്ലാം നല്ലതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. തുമ്പിമോളെ കണ്ടതും എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി അവളെ വിളിക്കുന്നുണ്ട് കുഞ്ഞിച്ചക്കൻ. അതോടെ കണ്ടതും തുമ്പിമോള് സെറ്റിയിലേക്ക് വലിഞ്ഞു കയറിയിരുന്നു. തുമ്പിപ്പെണ്ണിരുന്നത് കണ്ടതും കുഞ്ഞിച്ചക്കൻ മോണ കാട്ടി ചിരിക്കാൻ തുടങ്ങി. കൈ രണ്ടും തുമ്പിമോളെ പിടിക്കാനായുന്നുമുണ്ട്. അനൂപ് കുഞ്ഞിച്ചക്കനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. മോണ കാട്ടി ചിരിക്കുകയും വണ്ടി വിടുകയും ചെയ്തപ്പോൾ കുഞ്ഞിച്ചക്കന്റെ ചുണ്ടിൽ നിന്ന് തേനൊഴുകാൻ തുടങ്ങി. അത് കണ്ടതും അപ്പൂനെയും ചുറ്റും നിന്നവരെ തുമ്പിമോൾ ഒന്ന് നോക്കി. അവിടെ എല്ലാവരും തുമ്പിമോളുടെയും കുഞ്ഞിച്ചക്കന്റെയും കളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തങ്ങളെയാണ് നോക്കുന്നതെന്ന് കണ്ടതും തുമ്പിമോൾക്ക് നാണം വന്നു. ആളെല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു. ആ, തുമ്പിമോൾക്ക് വാവേനെ ഇഷ്ടപ്പെട്ടോ?
അവളുടെ ചിരി കണ്ടുകൊണ്ട് നിന്ന ശരണ്യ തുമ്പിമോളുടെ അടുത്ത് വന്ന് താടി പിടിച്ചോണ്ട് ചോദിച്ചു. കണ്ണുകൾ വിടർത്തി പുഞ്ചിരിച്ചോണ്ട് തലയാട്ടി കാണിച്ചു തുമ്പിമോള്. തരുവോ ഇനി ജീവാവേ? തുമ്പിമോള് ശരണ്യയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഒരു നിമിഷം എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു ശരണ്യക്ക്. താൻ ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് മുന്നേ അനുഭവിച്ച പ്രയാസം, കുത്തുവാക്കുകൾ, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ. അതിനു മുന്നേ ഒരുപാട് തവണ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അനുപേട്ടന്റെ അമ്മയുടെ വായിൽ നിന്ന് മച്ചിയെന്ന്. അനിലേട്ട ഇല്ലാത്തപ്പോൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിൽ എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് നീ ഒന്ന് ഒഴിഞ്ഞു പോകുമോ എന്നെന്റെ മുഖത്ത് നോക്കി എത്ര വട്ടം ചോദിച്ചിരിക്കുന്നു. അന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ അനുപേട്ടന്റെ മുഖം ഓർക്കുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനേ തോന്നുന്നില്ല. ഒരു വാക്കുകൊണ്ട് പോലും തന്നെ ഇതുവരെ നോവിച്ചിട്ടേയില്ല. ആ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹം മാത്രമാണ്. ശരണ്യയ്ക്ക് തുമ്പിമോളുടെ ആ വാക്കുകൾ എന്തുകൊണ്ടോ അവളെ വേദനിപ്പിച്ചു. ഒരു കൊച്ചു കുഞ്ഞ് ചോദിച്ചതാണെന്ന് പോലും അന്നേരം ചിന്തിക്കാൻ ശരണ്യയ്ക്ക് ആയില്ല. അതിനു മാത്രം ആ പെണ്ണാ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. ശരണ്യയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കണ്ടപ്പോൾ തുമ്പിമോളും വിതുമ്പിക്കരയാൻ തുടങ്ങി. അനൂപ് ശരണ്യയുടെ ഇരിപ്പ് കണ്ട് പൊടുന്നനെ കുഞ്ഞിനെയും കൊണ്ട് ശരണ്യയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും തുമ്പിമോളുടെ കരച്ചിലുകൾ പുറത്തേക്ക് വന്നിരുന്നു. അപ്പു വേഗം ചെന്ന് തുമ്പിമോളെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അനൂപ് ശരണ്യെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ അറിയായിരുന്നു അവളുടെ മനസ്സിന്റെ വേദന. 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ശരണ്യെ സങ്കടത്തോടെ നോക്കി നിന്നു. ഓ, നശിച്ചവൾ ആ കൊച്ചിനെ കരയിച്ചു. അനൂപിന്റെ അമ്മ ശരണ്യെ പറഞ്ഞതും അപ്പു രൂക്ഷമായി അവരെ ഒന്ന് നോക്കി. അനൂപ് അവരെ ഒന്നും പറഞ്ഞില്ല, ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. ഇനി എന്ത് പറഞ്ഞാലും അവരുടെ സ്വഭാവം മാറില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അയ്യോ, എന്തിനാ അപ്പോഴാ തുമ്പിമോൾ കരയുന്നത്? അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി താഴേക്ക് വന്ന ദയ തുമ്പിമോളുടെ കരച്ചു കണ്ടോണ്ട് അപ്പുവിനോട് ചോദിച്ചു. ഓ, അവളുടെ സങ്കടം കണ്ടാത്തൊന്നും അവൾ പെട്ടതാണെന്ന് സരോജിനി ആരും കേൾക്കാതെ സരസ്വതിയോട് പറഞ്ഞു. അത് വെടുപ്പായിട്ട് സരോജിനിയുടെ ഭർത്താവും കേട്ടു. അയാൾ അവരെ ഒന്ന് തുറച്ചു നോക്കി. അവര് പൊടുന്നനെ ഭർത്താവിൽ നിന്ന് നോട്ടം മാറ്റി. ഇതൊന്നും ശ്രദ്ധിക്കാതെ ബാക്കിയുള്ളവർ തുമ്പിമോളെയും ശരണ്യയെ സമാധാനിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അതിനിടയ്ക്ക് അപ്പു ദയോട് അവിടെ നടന്ന സംഭവം പറഞ്ഞിരുന്നു. ആ, എന്നാ നമുക്ക് ഇറങ്ങാം അപ്പു, അവിടെ പൂജയൊക്കെ തുടങ്ങിക്കാണും. മാമനും അമ്മാമ്മയും അമ്മായിയും ഒക്കെ അമ്പലത്തിൽ പോയിട്ട് കുറെ നേരമായി. അനൂപ് ശരണ്യെ ചേർത്ത് പിടിച്ചോണ്ട് അപ്പുവിനോട് പറഞ്ഞു. ആ, ഇറങ്ങാ ഏട്ടാ. അപ്പു ദയയും തുമ്പിമോളെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴും ആ കുഞ്ഞിപ്പെണ്ണ് ഏങ്ങി കരയുന്നുണ്ട്. ശരണ്യയ്ക്ക് എല്ലാവരെയും നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അവള് ദയയും അപ്പുവിനെ നോക്കി. ഇപ്പോഴും തുമ്പിമോളെ സമാധാനിപ്പിക്കുകയാണ് 2 പേരും. അവൾക്ക് കുറ്റബോധം തോന്നി ചെറിയ കുഞ്ഞിനോട് അങ്ങനെ കാണിച്ചതിൽ. അപ്പുവും ദയയും തുമ്പിമോളും അനൂപും ശരണ്യയും അവരുടെ അങ്കിത എന്ന അക്കുവും ആണ് ഒരു കാറിൽ കയറിയത്. ബാക്കിയുള്ളത് 2 അപ്പച്ചിമാരും സരോജിനി അപ്പച്ചിയുടെ ഭർത്താവും മോള അനികയും ഒരു കാറിലുമാണ് കുടുംബക്ഷേത്രത്തിൽ പോയത്. അപ്പുവിന്റെയും ദയയുടെയും പെരുമാറ്റത്തിൽ നിന്ന് ശരണ്യയ്ക്ക് അവളോട് അവർക്ക് ദേഷ്യമില്ലെന്ന് മനസ്സിലായി. അത്രയ്ക്ക് ഫ്രീ ആയിട്ടാണ് അവര് ശരണ്യയുടെ കൂടെ സംസാരിച്ചത്. തുമ്പിമോളുടെ സങ്കടമൊക്കെ പോയി കുഞ്ഞിച്ചക്കനെ അടുത്ത് കിട്ടിയപ്പോൾ കുറച്ചു ദൂരം പോയതും കാവിന്റെ മുന്നിലായി വണ്ടി ഒതുക്കി. അപ്പു കാറിൽ നിന്ന് ഇറങ്ങി ബാക്കിൽ നിന്ന് ദയ തുമ്പിമോളെയും കൊണ്ടും ശരണ്യ അക്കുമോനെയും കൊണ്ടും ഇറങ്ങി. അവരെല്ലാവരും ഇറങ്ങിയതും അപ്പച്ചിമാര് വന്ന കാറും അവർക്ക് മുന്നിൽ വന്ന് നിന്നു. അവരെ ഒന്ന് നോക്കിയിട്ട് അപ്പു ദയയുടെ കൈയും പിടിച്ചോണ്ട് മുന്നേ നടന്നു. അവർക്ക് പിറകെ അനൂപും ശരണ്യയും നടന്നു. കണ്ണാ, എന്താടാ ഇതൊക്കെ? ഇതിനാണോ ഞങ്ങൾ ഇത്രയും നാളെ നിന്നെ കാത്തിരുന്നത്? മഹി കണ്ണന്റെ അടുത്ത് കട്ടിലിൽ ഇരുന്നോണ്ട് അവനോട് ചോദിച്ചു. കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതല്ലാതെ അവനൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. എന്താ മോനെ നിനക്ക് പറ്റിയത്? മഹി അവന്റെ കൈയെടുത്ത് അവന്റെ ഉള്ളം കൈ പൊതിഞ്ഞു പിടിച്ചോണ്ട് ചോദിച്ചു. മഹിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തനിക്ക് കൂടപ്പിറപ്പുകൾ ഇല്ലാത്തതിന്റെ ഇടിവ് നികത്തുന്നത് അപ്പവും കണ്ണനുമാണ്. ഈ കുടുംബമാണ് തനിക്ക് അമ്മ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടതും. അതാണ് ആരുവിനെ വേദനിപ്പിക്കേണ്ടി വന്നത്. ഇപ്പൊ കണ്ണന്റെ ഈ അവസ്ഥ തനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഈ വീട്ടിലുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്റെ അപ്പു, അവൻ എങ്ങനെ സഹിക്കും എന്റെ മഹാദേവ? കണ്ണന്റെ ഞെരുക്കമാണ് മഹിയെ ചിന്തയിൽ നിന്ന് മോചിപ്പിച്ചത്. എന്താ മോനെ, എന്താടാ? കണ്ണൻ എന്താ പറയാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ചുണ്ടുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടവൻ. അത് കണ്ടതും മഹി അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു ചോദിച്ചു. എന്താ മോനെ? ഒന്നും പറയാനാകാതെ കണ്ണുകൾ ഇറുകെ അടച്ചു കണ്ണൻ. അപ്പോഴും ചെന്നൈയിൽ കൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു അവന്റെ. കണ്ണന്റെ അവസ്ഥ കാണാൻ കഴിയാതെ മഹി അവന്റെ കൈ കട്ടിലിൽ തന്നെ പതിയെ വെച്ചിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. കണ്ണു തുടച്ചുകൊണ്ടിറങ്ങിയതും ആരും മഹിയെ തന്നെ നോക്കി നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. അവൻ പൊടുന്നനെ കണ്ണുകൾ തുടച്ചിട്ട് ആരുവിന്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കോലം അവനെ വല്ലാതെ തളർത്തി. അവന് കുഴപ്പമൊന്നും ഇല്ലാരും, നീ കരയണ്ട. അപ്പു വരട്ടെ, വന്നിട്ട് ഈ ലോകത്തിന്റെ ഏതറ്റത്ത് കൊണ്ടുപോയിട്ടാണേലും നമ്മൾ അവനെ ആ പഴയ കണ്ണനാക്കി തിരിച്ചു കൊണ്ടുവരും. മഹി തന്റെ മുന്നിൽ കണ്ണു നിറച്ച് നിൽക്കുന്നവളെ നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മയുടെ റൂമിലോട്ട് നടന്നു. ആരു മഹി പോകുന്നത് നോക്കി നിന്നിട്ട് കണ്ണന്റെ റൂമിലേക്ക് കയറി. മഹി ലക്ഷ്മിയമ്മയുടെ റൂമിന്റെ വാതിലിന്റെ അടുത്ത് ചെന്ന് അകത്തേക്ക് നോക്കി. ലക്ഷ്മിയമ്മയെ എന്തൊക്കെയോ പറഞ്ഞ് കഞ്ഞി കുടിപ്പിക്കുന്നുണ്ട് അച്ചു.
ലക്ഷ്മിയമ്മ എന്തോ വലിയ രോഗം വന്നവരെ പോലെ ആകെ ക്ഷീണിച്ച് ഒരു കോലമായിട്ടുണ്ട്. അവൻ എന്തുകൊണ്ടോ അവരുടെ മുന്നിലേക്ക് ചെല്ലാൻ തോന്നിയില്ല. അവൻ പതിയെ സിറ്റൗട്ടിലോട്ട് ഇറങ്ങി. കൃഷ്ണച്ചനും വസുമാമയും അരത്തിണ്ണയിലെ രണ്ടറ്റത്തായി ഇരിക്കുന്നുണ്ട്. അവൻ അവരുടെ അടുത്തേക്ക് നടന്നു. കൃഷ്ണച്ച, മഹിയുടെ വിളി കേട്ട് വാസുദേവനും കൃഷ്ണനായരും തിരിഞ്ഞു നോക്കി. മഹി അപ്പോഴേക്കും അവരുടെ അടുത്തെത്തിയിരുന്നു. കണ്ണനെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൃഷ്ണച്ച? മഹി ഇരുവരെയും നോക്കി ചോദിച്ചു. ആ, അത് അവന്റെ രണ്ട് കൂട്ടുകാരന്മാരാ മോനെ, കൃഷ്ണനായർ പറഞ്ഞു. എന്നിട്ട് അവരെന്തിയെ? മഹി ചോദ്യഭാവത്തിൽ ചോദിച്ചു. ആ, ഇവിടെ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. കണ്ണന്റെ കൂട്ടുകാരെ എനിക്കത്ര വിശ്വാസം പോരാ. പിന്നെ നമുക്ക് പരിചയമില്ലാത്തവര്. അതുകൊണ്ട് വാസു പറഞ്ഞിട്ട് കൈലാസത്തെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും അപ്പു വരട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം, കൃഷ്ണനായർ മഹിയോട് പറഞ്ഞു. ആ കൃഷ്ണച്ച, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. കണ്ണൻ എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. ആ, മോനൊന്ന് പോയി ചോദിച്ചിട്ട് വാ. ഞങ്ങൾ ചോദിച്ചപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, വാസുദേവൻ ആദ്യയോടെ പറഞ്ഞു. ആ, ഞാൻ അവരെ ഒന്ന് കാണട്ടെ വാസുമാമേ. മഹി രണ്ടുപേരെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി കൈലാസത്തിലേക്ക് നടന്നു. പുതിയ പ്രശ്നങ്ങളുടെ തുടക്കമാണെന്നറിയാതെ